ഞാൻ എൻ്റെ യാത്രയിൽ ഒരു പ്രാവശ്യം കർണാടകയിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ദേവദാസിനെ നേരിട്ട് കാണുന്നത്. അവർ പത്മാവതി എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അവർ റിയൽ ടൈം അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കോഴിക്കോട് റോഡ് പണിക്ക് വന്നിട്ടുള്ള ഒരു കന്നഡക്കാരൻ്റെ കൂടെ ഒളിച്ചോടി പോയതായിരുന്നു കുറേ കാലം മുമ്പ്. അപ്പോൾ അവർ പറഞ്ഞ കഥ എന്ന് വെച്ചാൽ അവർ ആ ഗ്രാമത്തിലെത്തിയ സമയം മുതൽക്ക് അവർ പറയാണ് എല്ലാവരും നോക്കുന്നത് ശരീരത്തിലേക്കാണ്. അവിടുത്തെ എല്ലാവർക്കും ഡിസ്കസ് ചെയ്യാനുള്ളത് ശരീരത്തെ കുറിച്ചാണ്. അച്ഛൻ, അമ്മ, മകള്, മകന്, ഭാര്യ, എല്ലാവരും ശരീരം എങ്ങനെ വിൽക്കുക, പ്രോസ്റ്റിറ്റ്യൂഷൻ ആണ് ഗ്രാമം മുഴുവനുള്ളത്. അപ്പൊ അതിൽ തന്നെ ദേവദാസി എന്ന് പറയുന്ന ഒരു സങ്കല്പം, അതായത് ദേവർകൾ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ വെളിച്ചപ്പാട് പോലെ ദേവർകൾ വന്നിട്ട് ഉറങ്ങുന്നുള്ളൂ. എവിടെയെങ്കിലും ഒരു പെൺകുട്ടിക്ക് ആർത്തവമായി അറിയുമ്പോഴേക്കും ദേവർകൾ അവിടെ എത്തും. എന്നിട്ട് പറയും, അമ്മ വാസവമാത കോപിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കുട്ടീനെ ദേവദാസിയാക്കണം. അപ്പോൾ ഒന്നാമത്തത് റിലീജിയസ് വൈസ് ദേവദാസിയാക്കുന്നുണ്ട്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് വെച്ചാൽ ഇവർക്ക് കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയക്കാനുള്ള ശേഷി ഉണ്ടാവില്ല പെൺകുട്ടി ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി താഴ്ന്ന ജാതിക്കാർ മാത്രമാണ്, സവർണരാരും തന്നെ ദേവദാസികളായിട്ടില്ല. ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടികളെ പറയും ഉടനെ തന്നെ ദേവദാസിയാക്കണില്ല. അങ്ങനെ അവരെ കുളിച്ച് അണിയിച്ചൊരുക്കി നേരെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ കഴകപ്പണിക്കൊക്കെയാണ് തുടക്കത്തിൽ ചേർക്കുന്നത്. അവർ പൂമാല കെട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവിടെ ദാസിപ്പുരകളുണ്ട്. ഇങ്ങനെ ദാസി 1, 2, 3, 4 പറഞ്ഞിട്ട് 13 പുരകളുണ്ട് അവിടെ. ആ ഓരോ പുരയ്ക്കും ഓരോ അധിപൻ ഉണ്ടാവും. ആ ഏരിയയിലുള്ള ഒരു നോബിൾ മാൻ ആയിരിക്കും ആ ദാസിപ്പുരയുടെ ഉടമ. അപ്പൊ അയാൾക്ക് ഇഷ്ടപ്പെട്ടാല് ഈ ദാസിക്ക് ആ വാതിൽ തുറന്നു കൊടുത്തിട്ട് അവിടെ താമസിക്കാം. അവൾക്ക് വേണ്ട ആഭരണങ്ങളും സാരിയും സാധനങ്ങളും ഒക്കെ അയാൾ കൊടുക്കും. പക്ഷെ ഇയാളുമായിട്ടുള്ള ലൈംഗിക വീഴ്ചയായിരിക്കും അവരുടെ ഡ്യൂട്ടി. അങ്ങനെ ഒരു 2-3 മാസമൊക്കെ അയാൾ അതിൽ ആസ്വദിച്ച് വരുമ്പോഴായിരിക്കും പുതിയൊരു പെൺകുട്ടി കടന്നു വരുന്നത്. അതോടുകൂടി ഈ പെൺകുട്ടിയെ ദാസിപ്പുരയിൽ പുറത്താക്കും. ആ പുറത്താക്കുന്ന പെൺകുട്ടിക്ക് പിന്നെ വേറെ ചോയ്സ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ആ അമ്പലത്തിലും അവർക്ക് നിൽക്കാൻ പ്രയാസമാകുന്ന സമയത്ത് നേരെ തെരുവിലേക്ക് ഇറങ്ങുന്നു. ദൈവത്തിന്റെ കാൽക്കൽ തലവെച്ച് ഉറങ്ങിയിട്ടുള്ള പെൺകുട്ടി നേരെ ചുവന്ന തെരുവിലേക്ക് എത്തുന്നു, ശരീരത്തിന് വേണ്ടി വിലപേശുന്നു. ആ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അരുൺ എഴുത്തച്ഛൻ എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൽ പറയുന്നത് അമ്പലങ്ങൾ വ്യഭിചാരശാലകളായി മാറിക്കൊണ്ടിരുന്ന ഒരു കാലം. അത് 1982 ഈ ഒരു ദേവദാസി ആക്ട് നിലവിൽ വന്നത്. പക്ഷെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ആ സ്ത്രീ എന്നോട് പറയാണ്, ഞാൻ രാത്രിക്ക് രാത്രി ആ എന്റെ വീട് വിട്ട് ഓടി. കാരണം എനിക്ക് ആ വീട്ടിൽ നിൽക്കാനേ പറ്റുന്നില്ല. എന്റെ അച്ഛനെ ഓർമ്മ വന്നു, അമ്മനെ ഓർമ്മ വന്നു. ഞാൻ കരഞ്ഞുകൊണ്ട് രാത്രി ഇറങ്ങി കരിമ്പുപാഴത്തോടെ ഓടിയ സമയത്ത് ഇയാളും ഇയാളുടെ കൂട്ടാളികളും പന്നിയെ പിടിക്കുന്ന കയറ് ഇട്ട് എറിഞ്ഞിട്ട് എന്നെ വയലിലൂടെ വലിച്ച് എഴച്ച് സഭാബന്ധിത്തിൽ പിറ്റേ ദിവസം നാട്ടുകൂട്ടം വന്നു, നാട്ടാമ വന്നു. 2 വർഷം ഇവർക്ക് ഒരാളുടെ തോട്ടത്തിൽ അടിമപ്പണിയായിരുന്നു കൊടുത്തത്. അങ്ങനെ അവിടെ വെച്ചിട്ട് ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള സെക്ഷൽ റേപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നിട്ട് അവരുടെ മകള് സീമന്തിനി, ഞാൻ എഴുതിയിട്ട് സീമന്തിനിയാണ് പിന്നീട് പിന്നെ ദേവദാസിയാക്കാൻ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സീമന്തിനി അവിടെ നിന്ന് ഓടിപ്പോയി രക്ഷപ്പെട്ട കഥയൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ അത്രയും നമ്മളൊന്നും വിചാരിക്കാത്ത ലെവലില്ല. നമ്മൾ ഈ കേരളത്തിന്റെ ഈ ഒരു നല്ല ഈ ഒരു ആംബിയൻസ് നമ്മളെല്ലാം കൊണ്ട് സുഖിച്ച് ഇരിക്കുന്ന ഈ ഒരു ആംബിയൻസിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇതൊക്കെ വെറും കഥകളായിരുന്നു. പക്ഷെ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഇതിന്റെയൊക്കെ ഒരു അഡ്വേഴ്സിറ്റി എത്രത്തോളാണെന്നുള്ളത്. അപ്പൊ ഇവനും ഞാനൊക്കെ ഇപ്പൊ മേഘാലയ, നാഗാലാൻഡ് ട്രിപ്പ് കഴിഞ്ഞ് വന്നവരാണ്. അപ്പൊ ഓരോ യാത്ര പോകുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ഡൈവേഴ്സ് ആണ് ലോകം. ഈ പറഞ്ഞ പോലെ ഈ പുസ്തകം ഞാൻ എഴുതുന്നതിന് മുമ്പ് ഞാൻ ഗുജറാത്തിലൂടെ ഒരു യാത്ര പോയിരുന്നു. അതാണ് ബഹുജന മാത ആ ഒരു സംഭവത്തൊക്കെ പോയി വന്ന സമയത്ത് അവിടെ വെച്ചിട്ടാണ് ഇവരെ ട്രെയിനിൽ വെച്ചിട്ട് അവരിങ്ങനെ 2-3 ആണുങ്ങൾ അവരിങ്ങനെ മുടി പിടിച്ച് വലിച്ച സമയത്ത് അവർ പറയുന്നുണ്ട്, മസാഖ് ഉഡാനത്ത് ഉഠാവോ, ഹിന്ദിയിൽ പറയാം. അതായത് നിങ്ങൾക്ക് കളിയാക്കണമെങ്കിൽ കളിയാക്കിക്കോളും, കല്ലെറിയണമെങ്കിൽ കല്ലെറിഞ്ഞോളൂ. ഈ ജന്മം ഞങ്ങൾക്ക് ഇങ്ങനെ ആയിപ്പോയി, ജീവിച്ച് തീർത്തല്ലേ തീരൂ. ഇനിയൊരു ജന്മമുണ്ട്, അതില് ആര് എങ്ങനെ ജനിക്കുന്ന ആർക്കറിയാം. അതെനിക്ക് വല്ലാത്തൊരു പോലെ എൻ്റെ ഹൃദയത്തിലേക്ക്. അടുത്ത ജന്മമുണ്ട്, ആ ജന്മത്തില് ഞാനും നീയും ആരൊക്കെയായി പറക്കുന്ന ആർക്കറിയാം. അതെനിക്ക് ആ ഒരു സ്പോട്ടിൽ തന്നെ ഞാൻ പുസ്തകം എഴുതിയിട്ട് നോട്ട്ബുക്ക് എടുത്തിട്ട് ആ ഒരു നോട്ട് ചെയ്തു, ആ ഒരു ലൈൻ ഞാൻ നോട്ട് ചെയ്തു. അതിന്നാണ് ഞാനതിനെ ഇൻസ്പയർ ചെയ്തിട്ട് ഒരു പുസ്തകം ഇങ്ങനെ കൊണ്ടുപോകുന്നത്. നമ്മള് കാണുന്ന ലൈഫൊന്നും അല്ല. നമ്മൾ ഇരിക്കുന്ന സ്ഥലം നല്ല സാരി എടുത്തിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, കൺവെൻഷൻ. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് വലിയൊരു സമുദ്രം അലയടിക്കുന്നുണ്ട്. അതാരും കാണുന്നില്ല. അത് ഈ പറഞ്ഞ പോലെ സാരി എടുക്കാത്ത ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന മനുഷ്യന്മാരുടെ ഇടയിലും ഉണ്ടാവും അങ്ങനത്തെ.